ഗൂഗിൾ ഷീറ്റും എക്സലും നിങ്ങൾക്ക് ഉപയോഗിക്കാൻ അറിഞ്ഞില്ലെങ്കിൽ പോലും AI സഹായത്തോടെ നിങ്ങൾക്ക് വേണ്ട എല്ലാ പണികളും അല്ലെങ്കിൽ എല്ലാ ക്രിയേഷൻസും ചെയ്യാൻ പറ്റും. മുമ്പ് പറയാറുണ്ട്, ഗൂഗിൾ ഷീറ്റോ എക്സലോ കൃത്യമായിട്ട് ഉപയോഗിക്കാൻ അറിഞ്ഞ ഒരാൾക്ക് ഏത് വിധേനയുള്ള സോഫ്റ്റ്വെയർസും ഏത് വിധേനയുള്ള ടൂളുകളും നിർമ്മിക്കാൻ പറ്റും എന്നുള്ളത്. പക്ഷെ അവിടെയൊക്കെ മാനദണ്ഡം ഇത് ഉപയോഗിക്കാൻ അറിയണം എന്നുള്ളതാണ്. പക്ഷെ AI വരവോടെ AI എല്ലാം അറിയാം. നമ്മൾക്ക് കൃത്യമായിട്ട് പ്രോംപ്റ്റ് കൊടുക്കാൻ സാധിച്ചു കഴിഞ്ഞാൽ നമ്മൾക്ക് വേണ്ട എല്ലാതും ഗൂഗിൾ ഷീറ്റിൽ നിർമ്മിക്കാൻ സാധിക്കും. അപ്പൊ ഇന്നത്തെ വീഡിയോ അതിനെ കുറിച്ചിട്ടാണ്. അപ്പൊ നമുക്ക് നേരെ വീഡിയോയിലേക്ക് കിടക്കാം. ഇവിടെ പ്രധാനപ്പെട്ട ഒരു കാര്യം ഞാൻ നിങ്ങളോട് പറയാനുള്ളത്, AI റിലേറ്റഡ് ആയുള്ള ഒരുപാട് അപ്ഡേറ്റ്സ് നമ്മുടെ ചാനലിലൂടെ നമ്മൾ പറയുന്നുണ്ട്. അപ്പോൾ നിങ്ങൾ എന്ത് ചെയ്യുക, ആദ്യം തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ നമുക്ക് സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പായിട്ട് പരിചയപ്പെടാം. ഇവിടെ നിങ്ങളോട് ആദ്യമായിട്ട് പ്രധാനപ്പെട്ട ഒരു കാര്യം പറയാനുള്ളത്, ഞാൻ ഇവിടെ എൻ്റെ പേഴ്സണൽ ആയിട്ടുള്ള ഒരു കാര്യമാണ് ഇതിനെ കൊണ്ട് ചെയ്യിപ്പിക്കുന്നത്. പക്ഷെ നിങ്ങൾ ചിന്തിക്കേണ്ടത്, നിങ്ങൾ ആലോചിക്കേണ്ടത്, ഇതെനിക്ക് ഏതെല്ലാം വിധത്തിൽ ഉപയോഗിക്കാൻ പറ്റും, എൻ്റെ മാർക്കറ്റിൽ, എൻ്റെ വർക്ക് സ്പേസിൽ, എൻ്റെ ബിസിനസ്സിൽ ഇതിനെ എങ്ങനെ അപ്ലൈ ചെയ്യാൻ പറ്റും, ആ രീതിയിലേക്കാണ് നിങ്ങൾ ഇവിടെ ഫോക്കസ് ചെയ്യേണ്ടത്. ശരിക്കും പറഞ്ഞാൽ പലപ്പോഴും AI കുറിച്ച് നമ്മൾ കരുതുമ്പോൾ, വിചാരിക്കുമ്പോൾ, ചിന്തിക്കുമ്പോൾ നമ്മൾക്ക് പലതരത്തിലുള്ള പേടിപ്പെടുത്തുന്നുണ്ട്. AI ജോബ് റീപ്ലേസ് ചെയ്യും, അങ്ങനെ കുറേ കാര്യങ്ങളുണ്ട്. പക്ഷേ ഇവിടെ ഏറ്റവും അമേസിംഗ് ആയിട്ടുള്ള പല കാര്യങ്ങളും നമ്മൾക്ക് AI വെച്ചിട്ട് ചെയ്യാൻ സാധിക്കും. AI കൊണ്ട് നമ്മൾക്ക് പല ജോബ് ചെയ്യിപ്പിക്കാൻ പറ്റും, പല കാര്യങ്ങളും നേടിയെടുക്കാൻ പറ്റും. അപ്പോൾ ഇന്ന് അതിൽപ്പെട്ട ഒരു കാര്യമാണ് ഞാനിവിടെ ചെയ്യുന്നത്. അപ്പോൾ ഞാനിവിടെ ഗൂഗിൾ ഷീറ്റാണ് ഓപ്പൺ ചെയ്തിട്ടുള്ളത്. ഗൂഗിൾ ഷീറ്റും എക്സലും തമ്മിലുള്ള ചെറിയ രീതിയിലുള്ള വ്യത്യാസമുള്ളൂ. ഗൂഗിൾ ഷീറ്റ് ഈസ് പവർഡ് ബൈ ഗൂഗിൾ, എക്സൽ ഈസ് പവർഡ് ബൈ മൈക്രോസോഫ്റ്റ്. അത്രേ ഉള്ളൂ ഇത് തമ്മിലുള്ള വ്യത്യാസം. അപ്പം നമ്മളിവിടെ ഗൂഗിൾ ഷീറ്റാണ് ഓപ്പൺ ചെയ്തിട്ടുള്ളത്. ഗൂഗിൾ ഷീറ്റിൽ നമ്മൾ ചെയ്യാൻ പോകുന്നത്, എനിക്ക് വേണ്ട ഒരു പേഴ്സണലൈസ്ഡ് ആയിട്ടുള്ള ഹാബിറ്റ് ട്രാക്കറാണ് നിർമ്മിക്കുന്നത്. അപ്പോൾ ഇതേപോലെ നിങ്ങൾക്ക് വേണ്ട എന്തും എക്സലിൽ നിർമ്മിക്കാൻ പറ്റും. അപ്പോൾ നിങ്ങളുടെ ഡാറ്റകൾ അനാലിസിസിന് എന്തെങ്കിലും ട്രാക്കർ, അല്ലെങ്കിൽ ടീമിനെ കൃത്യമായിട്ട് പ്രോഗ്രസ് ഇവാലുവേറ്റ് ചെയ്യുന്ന ഒരു ട്രാക്കർ, അങ്ങനെ നിങ്ങൾക്ക് വേണ്ട എന്ത് ട്രാക്കറും ഈ ഒരു AI സഹായത്തോടെ നിർമ്മിക്കാൻ സാധിക്കും. അപ്പോൾ അതെങ്ങനെയെന്നുള്ളതാണ് ഞാൻ കാണിച്ചു തരുന്നത്. അപ്പോൾ ആദ്യം ഞാൻ ഗൂഗിൾ ഷീറ്റ് ഓപ്പൺ ചെയ്തിട്ടുണ്ട്. ഇവിടെ നമ്മൾ ഉപയോഗിക്കുന്ന AI ഫംഗ്ഷൻ എന്ന് പറയുന്നത് ജെമിനിയാണ്. ജെമിനിയുടെ ഒരു ഐക്കൺ ഇവിടെ മുകളിൽ റൈറ്റ് സൈഡിൽ കാണാൻ സാധിക്കും. അപ്പോൾ ഇത് നിലവിൽ ഗൂഗിൾ ജെമിനി പ്രോയിൽ മാത്രമാണ് അവൈലബിൾ ആയിട്ടുള്ളത്. ജെമിനി പ്രോ ഒന്നുമില്ലെങ്കിൽ നിങ്ങൾക്ക് സബ്സ്ക്രിപ്ഷൻ എടുക്കാം, അല്ലെങ്കിൽ ജിയോ യൂസേഴ്സിന് ഇത് ഫ്രീ ആണ്. ജിയോ സിം ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് പ്രോ സബ്സ്ക്രിപ്ഷൻ എടുക്കാം. ഇതുകൊണ്ട് ഒരുപാട് നേട്ടമുണ്ട്. അപ്പോൾ മാക്സിമം പ്രോ സബ്സ്ക്രിപ്ഷൻ എടുക്കാൻ ശ്രമിക്കുക. അപ്പോൾ ഞാനിവിടെ ജെമിനി ഓപ്പൺ ചെയ്തു. ജെമിനി ഓപ്പൺ ചെയ്തിട്ടുണ്ട്. ഇനി ഞാൻ എൻ്റെ ഹാബിറ്റുകൾ കൃത്യമായിട്ട് പറഞ്ഞിട്ട് അതിനോട് റാൻഡമായിട്ടൊരു ട്രാക്കർ നിർമ്മിക്കാൻ പറയാണ്. അപ്പോൾ ഞാനിവിടെ പ്രോംപ്റ്റ് കൊടുത്തു, ക്യാൻ യു മേക്ക് ഓക്കെ, ഇവിടെ ബിൽഡ് എന്നുള്ളൊരു ഐക്കൺ തിരഞ്ഞെടുത്തു. ക്യാൻ യു ബിൽഡ് എ ഹാബിറ്റ് ട്രാക്കർ ഫോർ മീ. ഓക്കെ, മൈ ഹാബിറ്റ്സ് ആർ റീഡിങ്, റീഡിങ്, writing journal and exercising and running and listening podcast. Okay, അപ്പോൾ എൻ്റെ ജസ്റ്റ് ഒരു 5 ഹാബിറ്റുകൾ ഞാൻ റാൻഡായിട്ട് കൊടുത്തു. ഇനി ഞാൻ സിമ്പിളായിട്ട് ഇതിനോടൊരു ഹാബിറ്റ് ട്രാക്കർ നിർമ്മിച്ച് തരാൻ വേണ്ടിയിട്ട് പറയണം. അപ്പോൾ ഞാൻ എല്ലാം ഇവിടെ പ്രോംപ്റ്റ് കൊടുത്തിട്ടുണ്ട്. സിമ്പിളായിട്ട് പ്രോംപ്റ്റ് കൊടുത്തു. ആദ്യം ഞാൻ ഇതിന് പ്രോംപ്റ്റ് കൊടുത്തതിൻ്റെ റിസൾട്ട് എങ്ങനെ നോക്കാം, എന്നിട്ട് നമുക്ക് സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പായിട്ട് ചെയ്യാം. ഇങ്ങനെ ചെയ്യുന്നതിൻ്റെ പ്രത്യേകത എന്താ വെച്ചാൽ, നമ്മൾ ചിലപ്പോൾ എല്ലാതും ഒറ്റ പ്രോംപ്റ്റിൽ കൊടുത്താൽ ചിലപ്പോൾ അക്യുറേറ്റ് ആയിട്ടുള്ള റിസൾട്ട് കിട്ടുന്നില്ല. അപ്പോൾ നമ്മൾ പ്രോംപ്റ്റ് കൊടുത്തു. അതിനുശേഷം ഇവിടെ AI നമ്മൾക്ക് വേണ്ടി വർക്ക് ചെയ്യുന്നത് കാണാം. ഈ ഗൂഗിൾ ഷീറ്റിലുള്ള ജെമിനിയുടെ പ്രത്യേകത എന്താ വെച്ചാൽ, ഇത് ഒരു കൈൻഡ് ഓഫ് ഏജൻറ്റ് പ്രവർത്തനമാണ്. നമ്മൾ ആവശ്യം പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഏജൻറ്റ് പോയിട്ട് നമ്മുടെ ഗൂഗിൾ ഷീറ്റിലെ എല്ലാവിധ പണികളും നമുക്ക് ചെയ്തു തരും. അപ്പോൾ ഇവിടെ ഞാൻ ഹാബിറ്റ് ട്രാക്കറാണ് നിർമ്മിക്കാൻ ശ്രമിക്കുന്നത്. ഇതേപോലെ നിങ്ങൾക്ക് ഈ ഒരു ഷീറ്റിൽ വേണ്ട എല്ലാ കാര്യങ്ങളും ഈസി ആയിട്ട് ഇൻസ്ട്രക്ഷൻ കൊടുത്ത് പ്രോംപ്റ്റ് കൊടുത്ത് ചെയ്യിപ്പിക്കാൻ പറ്റും എന്നുള്ളത് എടുത്ത് പറയേണ്ട ഒരു കാര്യമാണ്. ഇത് അതിൻ്റെ പണി സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. നമ്മളിവിടെ അപ്രൂവ് കൊടുക്കണം. അപ്പോൾ സ്ട്രക്ചറിങ്, ലേഔട്ട്, ഡാറ്റ എൻട്രി, ലോജിക് ആൻഡ് ഫോർമുലാസ് ഇത് ചെയ്യുന്നുണ്ട്. നമ്മൾ ജസ്റ്റ് ഒന്ന് വെയിറ്റ് ചെയ്യാം. Baby, let me give you advice. Go ahead, shine high, like the stars do at night. Do you, baby? Ooh, that's right. And look, you can't stop now, no hesitation.
I want the rotation. It's the new favorite. Watch me move. അപ്പം നമ്മൾക്ക് ഏകദേശം 1 മിനിറ്റിന് ശേഷം നമ്മൾക്ക് വേണ്ട രീതിയിലുള്ള ഹാബിറ്റ് ട്രാക്കർ തന്നിട്ടുണ്ട്. റീഡിങ്, റൈറ്റിംഗ് ജേർണൽ, എക്സസൈസ്, റണ്ണിങ്, ലിസണിങ്, പോഡ്കാസ്റ്റ്. അപ്പോൾ നമ്മൾക്ക് ഓരോ ദിവസം ക്ലിക്ക് ചെയ്യാം. അതിൻ്റെ പ്രോഗ്രസ് ഇവിടെ കാണുന്നുണ്ട്. ദിസ് ഈസ് ഗുഡ്, കുഴപ്പമില്ല. പക്ഷേ ഇനിയും നമ്മൾ സാറ്റിസ്ഫൈഡ് അല്ല, നമുക്ക് ഈ ട്രാക്കർ ഒന്നുകൂടി ഇമ്പ്രൂവ് ചെയ്യണം. അപ്പം ഞാൻ വീണ്ടും അഡീഷണൽ പ്രോംപ്റ്റ് കൊടുക്കുകയാണ്. ഓക്കെ, വെൻ ഐ കംപ്ലീറ്റ് you have to make a monthly goal focus, monthly goal result. Okay, when I complete each day, I need to see my monthly goal achieve. Okay, അച്ചീവ്മെൻറ്റ്. അപ്പം ഞാൻ ഒരു അഡീഷണൽ പ്രോംപ്റ്റ് കൊടുത്തു. ഒന്നുകൂടി ഞാൻ ഒരു ഹാബിറ്റ് ചെയ്യുമ്പോൾ എൻ്റെ ടോട്ടൽ മന്ത്ലി ഗോളിൻ്റെ എത്ര ഗോളുകൾ അച്ചീവ് ചെയ്തു എന്നുള്ളത് കൊടുക്കണം എന്ന് പറഞ്ഞു. ദെൻ ഞാൻ പറയാണ് 100% ആകുമ്പോൾ ആ എൻ്റയർ കോളം ഒരു ഗ്രീൻ കളറിലേക്ക് മാറണം എന്നുള്ളത് പറയണം. when I complete one habit, when I complete all my habits a day, that entire column should change into green. When I miss one habit that day, that should change lean into red. Okay, റെഡ്. അപ്പം നമ്മൾ അഡീഷണൽ 2 പ്രോംപ്റ്റും കൂടി കൊടുത്തു. ഒന്ന്, നമ്മൾ ഈ ഒരു ദിവസത്തെ എല്ലാ ഹാബിറ്റ്സുകളും കംപ്ലീറ്റ് ആയി കഴിഞ്ഞാൽ ആ കോളം മുഴുവൻ ഒരു ഗ്രീൻ കളറിലേക്ക് മാറുക. ഏതെങ്കിലും ഒരു ടൈം മിസ് ചെയ്യുമ്പോൾ ഞാൻ അതൊരു റെഡ് കളറിലേക്ക് മാറുക എന്നുള്ള അഡീഷണൽ പ്രോംപ്റ്റ് കൊടുത്തു. ഇതാണ് ഞാൻ നിങ്ങളോട് പറഞ്ഞത്. അതായത് നമ്മൾക്ക് വേണ്ട വിധത്തിലുള്ള എന്തും AI വെച്ചിട്ട് നമ്മൾക്ക് AIക്ക് പ്രോംപ്റ്റ് കൊടുത്ത് നിർമ്മിക്കാൻ പറ്റും. അപ്പം നമ്മൾ ആദ്യം ഒരു ട്രാക്കർ നിർമ്മിച്ചു, ഇനി അതിൽ അഡീഷണൽ ചേഞ്ച് കൂടി നമ്മൾ നിർമ്മിക്കുകയാണ്. നമുക്ക് അതിൻ്റെ റിസൾട്ട് കൂടി വെയിറ്റ് ചെയ്തു. ഇവിടെ നമ്മൾക്ക് ഇത് വർക്ക് ചെയ്യുന്നത് കാണാൻ സാധിക്കും. എത്ര മുമ്പൊക്കെ നമ്മൾ ഇത്തരത്തിലുള്ള ഒരു കോംപ്ലിക്കേറ്റഡ് ആയിട്ടുള്ള കാര്യം ചെയ്യുന്നുണ്ടെങ്കിൽ നമ്മൾ ഹവേഴ്സ്, ഒരുപാട് സമയം ഇതിരുന്ന് ഡിസൈൻ ചെയ്യണം. ആ ഡിസൈൻ ചെയ്യുന്നതിന് നമ്മൾക്ക് കൃത്യമായിട്ട് അറിയില്ല. പക്ഷേ ഇവിടെ നമ്മൾക്ക് അറിയണം എന്നില്ല. നമ്മൾക്ക് ഇങ്ങനെ പ്രോംപ്റ്റ് കൊടുക്കാനുള്ള ഒരു ഐഡിയ കൃത്യമായിട്ട് ഉണ്ടായാൽ മതി. നമുക്ക് റിസൾട്ട് വെയിറ്റ് ചെയ്ത് നോക്കാം. അപ്പം നമ്മൾ ഒരു പ്രോംപ്റ്റ് കൃത്യമായിട്ട് കൊടുത്തിട്ടുണ്ടായിരുന്നു. അതായത് നമ്മൾ ഒരു ഡേയിലെ എല്ലാ ഹാബിറ്റും ചെയ്ത് കഴിഞ്ഞാൽ അത് ഗ്രീൻ കളറിലേക്ക് മാറുക. ഒരു ഡേയിൽ ഏതെങ്കിലും ഹാബിറ്റ് ചെയ്യുന്നില്ലെങ്കിൽ അന്ന് റെഡിലേക്ക് മാറുക. കൃത്യമായിട്ട് തന്നിട്ടുണ്ട്. ഞാൻ ഒരു ഹാബിറ്റ് ചെയ്താൽ അത് റെഡിലേക്ക് മാറും. ഇനി എല്ലാ ഹാബിറ്റും കംപ്ലീറ്റ് ആയി കഴിഞ്ഞാൽ അത് ഗ്രീനിലേക്ക് മാറി. അപ്പോൾ അത് മാറ്റം വന്നിട്ടുണ്ട്. ഇനി നമ്മൾക്കെന്ന് വെച്ചാൽ നമുക്കൊരു റിവാർഡ് സിസ്റ്റം കൊണ്ടുവരണം. അപ്പം നമ്മളിവിടെ ഒരു അഡീഷണൽ ചേഞ്ചും കൃത്യമായിട്ട് പറയുന്നുണ്ട്. അതേപോലെ തന്നെ ഇതിൻ്റെ ഇൻ്റലിജൻസും ഉപയോഗിക്കാൻ വേണ്ടിയിട്ട് പറയണം. അപ്പോൾ ഞാനിവിടെ പ്രോംപ്റ്റ് കൊടുക്കുകയാണ്. ഓക്കെ, ദിസ് വൺ ഈസ് നൈസ്. Now what you have to do, can you make a reward system? Or can you make a gamification? Okay, gamification in this habit tracker, because when I do something, when I keep progress, when I do progress, I need to see some rewards. So make anything that make me more interested. Okay, സ്പെല്ലിങ് കറക്റ്റ് അല്ല. അപ്പം ഞാൻ കുറച്ചുകൂടി അഡീഷണൽ പ്രോംപ്റ്റ് കൊടുക്കണം. ഒന്നുകൂടി റിവാർഡ് സിസ്റ്റം ആഡ് ചെയ്യണമെന്ന് പറഞ്ഞു. എനിക്കൊരു ഗെയിമിഫിക്കേഷൻ കൊണ്ടുവരണം എന്ന് പറഞ്ഞു. ഇനി നമുക്ക് അതും കൂടി റിസൾട്ട് നോക്കാം. ഇപ്പോൾ ഇവിടേക്ക് ഞാൻ നിങ്ങളോട് പ്രൂവ് ചെയ്യാൻ ശ്രമിക്കുന്നത് എന്താ വെച്ചാൽ, നമ്മൾക്ക് വേണ്ട വിധത്തിലുള്ള കസ്റ്റമൈസ്ഡ് ആയിട്ടുള്ള എന്തും നമുക്ക് ഗൂഗിൾ ഷീറ്റിൽ നിർമ്മിക്കാൻ സാധിക്കും. മുമ്പൊക്കെ പറയാറുണ്ട്, എക്സൽ കൃത്യമായിട്ട് ഉപയോഗിക്കാൻ അറിയുന്ന ഒരാൾക്ക് ഏത് രീതിയിലുള്ള സോഫ്റ്റ്വെയർസ് നിർമ്മിക്കാൻ പറ്റുമെന്ന് പറയാറുണ്ട്. അപ്പം നിങ്ങൾ ഇനിയിപ്പോൾ ഏതെങ്കിലും ഒരു കോളേജിൻ്റെ യൂണിയൻ ചെയർമാൻ ആവട്ടെ, അപ്പം നിങ്ങൾക്ക് വേണമെങ്കിൽ ഗൂഗിൾ ഷീറ്റ് വെച്ചിട്ട് നിങ്ങളുടെ ഫസ്റ്റ് റിസൾട്ട് ഓരോരുത്തർക്കും കാണുന്ന രീതിയിലുള്ള
സോഫ്റ്റ്വെയർ തന്നെ അതിൻ്റെ സഹായത്തോടെ നിർമ്മിക്കാൻ പറ്റും. ഇനി നിങ്ങൾക്ക് നിങ്ങളുടെ ടീമിനെ കോർഡിനേറ്റ് ചെയ്യാൻ, അവരുടെ പ്രോഗ്രസ് റിസൾട്ട് കാണിക്കാൻ, അങ്ങനെ എന്തും നിങ്ങൾക്ക് സിമ്പിളായിട്ട് ഈ ഒരു ഗൂഗിൾ ഷീറ്റ് വെച്ചിട്ട് നിർമ്മിക്കാൻ സാധിക്കും. അപ്പോൾ നമുക്ക് ഇതിൻ്റെ റിസൾട്ട് വെയിറ്റ് ചെയ്ത് നോക്കാം. Truth, yeah. We showing up and showing out. Yeah, that's right. Let's go. Let's give them what they need. Yeah, good energy. അപ്പം നമ്മൾ പറഞ്ഞതുപോലെ ചെറിയ രീതിയിലൊക്കെ ഇത് മാറ്റങ്ങൾ കൊണ്ടുവന്നിട്ടുണ്ട്. നമ്മൾ ഒന്നുകൂടി ഗെയിമിഫിക്കേഷൻ വേണം, റിവാർഡ് സിസ്റ്റം വേണം എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇവിടെ നിങ്ങൾക്ക് കാണാൻ സാധിക്കും, ഇതാണ് റിവാർഡ്സ്. അതായത് ആദ്യം എക്സ്പ്ലോറർ, കോഫി സ്നാക്ക്, പിന്നെ ചാമ്പ്യൻ, അതേപോലെ മൂവി നൈറ്റ്, ലെജൻഡ്, വീക്കെൻഡ് ട്രിപ്പ്, അങ്ങനെ ഒരു റിവാർഡ്. അപ്പം ഇന്ന ഓരോ കാര്യം ചെയ്യുമ്പോൾ എനിക്ക് ആ ഒരു റിവാർഡ് കിട്ടുന്ന രീതിയിലുള്ള ചെറിയ രീതിയിലുള്ള ഗെയിമിഫിക്കേഷൻ ഇവർ കൊണ്ടുവന്നിട്ടുണ്ട്. ഇപ്പം ഞാനിവിടെ ഇവിടെ നോവിക്കാണ് ഇപ്പോൾ നമ്മൾ. ഓക്കെ, ഇനി ഞാനിവിടെ ഏതെങ്കിലും ഒരു ഹാബിറ്റ് ആഡ് ചെയ്യുമ്പോൾ എക്സ്പ്ലോറിലേക്ക് എത്തി, ടോട്ടൽ എത്രയാണ്, നെക്സ്റ്റ് മൈൽ സ്റ്റോൺ എത്രയാണ്, അങ്ങനെ കൃത്യമായിട്ട് ചെറിയ ഒന്നുകൂടി ഒരു റിവാർഡ് സിസ്റ്റം കൊണ്ടുവന്നിട്ടുണ്ട്. ദാറ്റ് ഈസ് ഗുഡ്, അത് ഓക്കെയാണ്. ഇനി ഞാൻ സിമ്പിളായിട്ടൊരു പ്രോംപ്റ്റ് കൊടുക്കുകയാണ്. എനിക്ക് ടോട്ടൽ ഒരു ഇൻഫോഗ്രാഫിക്സ് വേണം, എൻ്റെ ടോട്ടൽ പ്രോഗ്രസ് എത്രയെന്നുള്ള ഒരു ഇൻഫോഗ്രാഫിക്സ് വേണം എന്നുള്ള അഡീഷണൽ പ്രോംപ്റ്റ് കൊടുക്കുകയാണ്. ക്യാൻ യു മേക്ക് എൻ ഇൻഫോഗ്രാഫിക്സ് infographics about my progress of the month, and can you make this tracker more colorful. വേണമെന്നുണ്ടെങ്കിൽ ഞാൻ സിമ്പിളായിട്ട് ഒന്നുകൂടെ ചോദിച്ചു നോക്കുകയാണ്, എന്നെ ഇമെയിലിൽ റിമൈൻഡ് ചെയ്യിപ്പിക്കാനുള്ള ഓപ്ഷൻ ഉണ്ടോ എന്ന് ചോദിക്കണം. അതായത് ഞാൻ ഒരു ഹാബിറ്റ് ചെയ്തില്ലെങ്കിൽ അന്ന് എന്നെ റിമൈൻഡ് ചെയ്യിപ്പിക്കാനുള്ള ഓപ്ഷൻ ഉണ്ടോ എന്ന് ചോദിക്കുകയാണ്. Can you make an email system to remind me about my habit? Can you add it? അപ്പം ഞാൻ 2-3 അഡീഷണൽ കാര്യങ്ങൾ കൂടി പറഞ്ഞിട്ടുണ്ട്. അതിൻ്റെ റിസൾട്ട് കൂടി നമുക്ക് വെയിറ്റ് ചെയ്തേക്കാം. അപ്പോൾ ഇവിടെയൊക്കെ ഞാൻ നേരത്തെ പറഞ്ഞ ആ കാര്യമാണ്. ഇതൊക്കെ ഞാൻ നിങ്ങൾക്ക് ഐ ജസ്റ്റ് വാണ്ട് ടു പ്രൂവ് യു ദാറ്റ് വി ക്യാൻ ഗിവ് എ പ്രോംപ്റ്റ് ആൻഡ് വി ക്യാൻ ട്രൈ ടു ഡു എനിത്തിങ് ഇൻ എ ഗൂഗിൾ ഷീറ്റ്. അതാണ് ഞാനിവിടെ പ്രൂവ് ചെയ്യിപ്പിക്കാൻ പോകുന്നത്. നമുക്ക് ഇതിൻ്റെ കൂടി റിസൾട്ട് വരുന്നുണ്ടോ എന്ന് നോക്കാം. ഏകദേശം ഒരു 2 മിനിറ്റിന് ശേഷം നമ്മൾക്ക് റിസൾട്ട് കിട്ടിയിട്ടുണ്ടായിരുന്നു. നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഒരു പ്രോഗ്രസ് ആഡ് ചെയ്യാൻ. അത് ചെറിയ രീതിയിലൊക്കെ നമ്മൾക്ക് തന്നിട്ടുണ്ട്. നമ്മൾക്ക് കൃത്യമായിട്ട് റീഡിങ് എത്രത്തോളം പോകുന്നുണ്ട്, റൈറ്റിംഗ് ജേർണൽ എത്രത്തോളം പോകുന്നുണ്ട്, ഇവിടെയൊക്കെ നമ്മൾ കൊടുക്കുന്നതിനനുസരിച്ച് ഇത് ഇമ്പ്രൂവ് ആവുന്നുണ്ട്, കൃത്യമായിട്ടുള്ള പ്രോഗ്രസ് നമ്മൾക്ക് തരുന്നുണ്ട്. അപ്പോൾ ഇവിടെയൊക്കെ നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത് വെച്ചാൽ ഞാൻ സിമ്പിളായിട്ടുള്ള പ്രോംപ്റ്റ് മാത്രമാണ് കൊടുക്കുന്നത്. നല്ല രീതിയിൽ റിസൾട്ട് തന്നിട്ടുണ്ട്. നമ്മുടെ കളേഴ്സ് മാറ്റാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു, അത് മാറ്റി തന്നിട്ടുണ്ട്. ഇപ്പം ഞാൻ ഇവിടെ നിങ്ങളോട് കാണിച്ചു തരുന്നത്, അല്ലെങ്കിൽ ഞാൻ പറയാൻ ഈ ഒരു എക്സ്പീരിയൻസിലൂടെ ഞാൻ നിങ്ങളോട് പറയാൻ ശ്രമിക്കുന്നത് ഇതാണ്. നമുക്ക് സിമ്പിളായിട്ട് മുമ്പ് ചെയ്യാൻ പറ്റാത്ത പല കാര്യങ്ങളും നമ്മൾക്ക് ഈ AI-ൻ്റെ സഹായത്തോടെ ചെയ്യാൻ പറ്റും. നല്ല രീതിയിൽ യൂസ്ഫുൾ ആണ്. നിങ്ങൾക്ക് ട്രാക്കറുകൾ നിർമ്മിക്കാം, കലണ്ടറുകൾ നിർമ്മിക്കാം, പ്രോഗ്രസ്സുകൾ നിർമ്മിക്കാം, അങ്ങനെ പലതും നിങ്ങൾക്ക് സിമ്പിളായിട്ട് പ്രോംപ്റ്റ് കൊടുത്ത് നിർമ്മിക്കാൻ സാധിക്കും. ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് നല്ല രീതിയിൽ ഹെൽപ്ഫുൾ ആയിട്ടുണ്ടാവും എന്ന് വിചാരിക്കുന്നു. നിങ്ങളുടെ റിയലിസ്റ്റിക് ആയിട്ടുള്ള ഫീഡ്ബാക്കുകൾ താഴെ കമൻറ്റിലൂടെ പറയാൻ മറക്കരുത്. താങ്ക് യു സോ മച്ച് ഫോർ വാച്ചിങ് മീ.